ഏവർക്കും കേരള ക്ലിക്സിൻ്റെ വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായിട്ട് വിചാരിക്കാൻ ഒരു വീഡിയോ ചെയ്യണം നടക്കണ്ട, കുറേ പണിയായി പോയി. പിന്നെ നമ്മുടെ കൂടെയുള്ള കുറേ പേര് ഇന്ത്യ വിട്ട് പല രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഇടുകയാണ്. ഞാനിന്ന് വന്നിരിക്കണ കുറച്ച് നമ്മുടെ വണ്ടി കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ടാറ്റയുടെ പഞ്ച് EV, അതായത് നമ്മുടെ ഈ കാറിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വാങ്ങിക്കുന്നതിന് മുന്നേ? ടാറ്റ നിങ്ങളെ സ്കാം ചെയ്യുകയാണോ? കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. മൈ നെയിം ഇസ് ശ്രീരാം. വാട്ട് ഐ ഡു ഇസ് വ്ലോഗിങ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ടാറ്റയുടെ പഞ്ച് EVൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു സ്കാമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്കാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെയാണ്. ഏകദേശം 4 മാസം മുന്നേ വരെ വണ്ടി ബുക്ക് ചെയ്ത് എടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് അറിയാൻ കഴിഞ്ഞു. 14.5 ലക്ഷം 15 ലക്ഷം രൂപ കൊടുത്ത് ഫുൾ ഓപ്ഷൻ പഞ്ച് EVകൾ വാങ്ങിച്ച കസ്റ്റമേഴ്സ് പറയുന്നത് ഒരു കാര്യം: 8 വർഷം കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞു, 2 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെയധികം കംഫർട്ടബിൾ ആണ്. നമ്മുടെ കാര്യമൊക്കെ പിന്നെ വിടാം, നമ്മൾ 2024 വാങ്ങിച്ച കസ്റ്റമേഴ്സാണ്. ഈ 8 വർഷം അല്ലെങ്കിൽ 1,60,000 നമ്മളെ സംബന്ധിച്ച് ഓക്കെയാണ്. കാരണം നമ്മൾ വണ്ടി അന്ന് എടുക്കുമ്പോൾ ഉള്ള KSEBിൻ്റെ താരിഫ് എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ടാക്സ് അളവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷെ നമുക്കും നമ്മുടെ ആഗ്രഹം 15 വർഷം എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് പോകാൻ തന്നെയാണ്. 15 വർഷം നമുക്കും വാറണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ആരും വേണ്ടാന്നും പറയില്ലല്ലോ. അപ്പോൾ ഇതൊരു വലിയ സ്കാമാണ് ടാറ്റ എക്സിസ്റ്റിംഗ് ടാറ്റ പഞ്ച് EV കസ്റ്റമേഴ്സിനോട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹോപ്പ്ഫുള്ളി നമ്മൾ പല ലെറ്റേഴ്സും കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് നമ്മൾ ഉൾപ്പെടെ നമ്മുടെ ഈ വണ്ടിയുടെ ഗ്രൂപ്പിൽ നിന്ന് പല ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ടാറ്റൻ്റെ ടീമിന്. അപ്പോൾ അവർ നല്ലൊരു ആക്ഷൻ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ശുഭപ്രതീക്ഷ എന്നുള്ളൊരു സംഭവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ. കറൻ്റ്ലി 8 വർഷം ടാറ്റ കൊടുത്തിരിക്കുന്ന വാറണ്ടി നമുക്ക് 15 വർഷം, അതായത് ഒരു ലൈഫ് ടൈം വാറണ്ടി വിത്ത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആയി കിട്ടണം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അതൊരു കാര്യം. കാരണം നമ്മുടെ പോലുള്ള EV ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ബേസിക്കലി നമ്മൾ. കാരണമാണ് ഇത്രയും ഡിമാൻഡ് മാർക്കറ്റിന് വന്നത്. അതുപോലെ തന്നെ ഇത്രയധികം ചാർജിങ് സ്റ്റേഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള, ഇത്ര വലിയൊരു വർധനവ് വരാനുള്ള വൺ ഓഫ് ദി മെയിൻ കാരണം ഞങ്ങളെപ്പോലുള്ള ഫസ്റ്റ് ടൈം ബയേഴ്സാണ്. അപ്പം നമ്മളെയും കൂടെ ടാറ്റ കണക്കിലെടുക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ടാറ്റയുടെ വേറെ ഇപ്പോൾ കേവ് ആണെങ്കിലും അതുപോലെ നെക്സോൺ ആയിട്ടുള്ള 45 കിലോവാട്ടിൻ്റെ വേരിയൻസ് ഒക്കെ ആണെങ്കിലും ലൈഫ് ടൈം വാറണ്ടി അവർ കൊടുത്തപ്പം ആദ്യം, അതായത് ആ ഒരു ബാച്ചിൽ ഇറങ്ങിയ വണ്ടികൾ നോക്കുമ്പം അവർക്ക് വളരെയധികം ലാഭകരമായിട്ടാണ് കണ്ടത്. എസ്പെഷ്യലി 13.5 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് നിങ്ങൾക്കൊരു ഫുൾ ഓപ്ഷൻ ലോങ് റേഞ്ച്, അത് 40 കിലോവാട്ട് പുതിയ ബാറ്ററി പാക്കിൽ നിങ്ങൾക്കൊരു വണ്ടി കിട്ടുക എന്ന് പറയുമ്പം അത് ഐ തിങ്ക് നോ അതർ കമ്പനി ആസ് ദാറ്റ്. ആ ഒരു ധൈര്യം ഉണ്ട്. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം എന്നുള്ളൊരു ധൈര്യം വേറൊരു കമ്പനി കൊടുക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിനോട് ടാറ്റ ചെയ്തൊരു സൈറ്റായി. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് ഒരു 15 വർഷം വാറണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. കാരണം നമ്മളെല്ലാവരും 8 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ എന്ത് ഒരു ചോദിച്ചതിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ബാറ്ററി പാക്ക് മാറ്റാൻ നിന്നെങ്കിൽ വളരെ വലിയൊരു കോസ്റ്റ് അതിന് മാത്രമായിട്ടാവും. അപ്പോഴും പുതിയൊരു വണ്ടിയിലേക്കാണ് പൊതുവെ ചിന്തിക്കുക. അപ്പോഴും റീസെയിൽ വാല്യൂ ഒരു ഘടകമായിട്ട് നിൽക്കുകയാണ്. അൺലെസ് ഒരു ടാറ്റയിൽ നിന്ന്, അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നല്ലൊരു ഡീല് കൊടുക്കുന്നിടത്തോളം കാലം ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ക്രിയേറ്റ് എ പ്രോബ്ലം ഇൻ ദി കറണ്ട് കസ്റ്റമേഴ്സ്. പ്രാർത്ഥിക്കുക എന്തായാലും. ഇപ്പോൾ കറൻ്റ്ലി പഞ്ച് EV ഉപയോഗിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി, താങ്ക് യു.